ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്യൂസ് എന്നാണ്. അപ്പൊ ഈ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. സൈമൺ ഡെന്നിസ് പൊസോൺ എന്നാണ് ഇത് വായിക്കേണ്ടത്. സൈമൺ ഡെന്നിസ് പൊസോൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിക്കുന്നതിനൊക്കെ മുമ്പ് ഈ നമ്മളെല്ലാവരും എന്താ പറയാ പൊതുവെ കണ്ടിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉണ്ട്. അതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഈ എങ്ങനെയാണ് വാല്യൂ, അതായത് നിങ്ങളുടെ പ്രോബ്ലം ഡൊമൈനിലെ വാല്യൂസ് അല്ലെങ്കിൽ ഇവന്റ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻസ് കാണിക്കുക. ഇപ്പൊ ഇതിപ്പോ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷെ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ പൊതുവെ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുമ്പോൾ ഇപ്പൊ എന്താ പറയാ, ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇപ്പൊ ഈ ഏരിയയിലാണ് വാല്യൂ വന്നെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന, അതായത് നമുക്ക് റാൻഡംലി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാല്യൂം പിക്ക് ചെയ്യാവുന്ന ചാൻസിൽ. ഇതാണെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ പിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ പിന്നെ അതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ക്വസ്റ്റ്യൻ, ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ എഫക്റ്റീവ്ലി സാമ്പിൾ ചെയ്യേണ്ടതും സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക് അതായത് സാമ്പിളും സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് പ്രോബബിലിറ്റി ഫിനോമിന ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ് പ്രോബ്ലം ഇൻ ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഒരു ബെർണൂലി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സാധനമാണ്. ബൈനറി ഔട്ട്കം ഉള്ള സിംഗിൾ ഇൻസ്റ്റൻസസിനെ മോഡൽ ചെയ്യാനാണ് ബെർണൂലി ഡിസ്ട്രിബ്യൂഷൻ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ബെർണൂലി ഡിസ്ട്രിബ്യൂഷന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് വരുമ്പോൾ ട്രൂ ഫോൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക. ഇനിയിപ്പോ മിക്ക മോസ്റ്റ് പ്രോബ്ലം സിനാറിയോയിലും നമ്മൾ മിക്ക സ്റ്റാറ്റിസ്റ്റിക്സിലും ഒരു അസംഷൻ ഉണ്ട്, ഐദർ ഡാറ്റ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതാണ് ഇപ്പൊ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇപ്പൊ മീൻ എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ 6 വാല്യൂവിന്റെ മീൻ എടുക്കുകയാണെങ്കിൽ 6 വാല്യൂ കൂടി സം ചെയ്തിട്ട് എത്ര ഇൻറ്റു 1/6 ചെയ്യും. ആ 1/6 വേണമെങ്കിൽ നമുക്ക് ഓരോ വാല്യൂലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ബൈ 6 ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 1/n, അല്ലെങ്കിൽ ഇപ്പൊ 7 ആണെങ്കിൽ 7 ആയിരിക്കും, 10 ആണെങ്കിൽ 10 ആയിരിക്കും. 10 വാല്യൂ ഉണ്ടെങ്കിൽ ഈ 1/n ഇക്വിപ്രോബിൾ ആണെന്നുള്ള ഒരു അസംഷനിലാണ്, ഈക്വലി ലൈക്ലി ആണെന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ബട്ട് നമ്മൾ ആക്ച്വൽ പ്രോബബിലിറ്റിയുടെ ഫോർമൽ സ്ട്രക്ചേഴ്സ് നോക്കുമ്പോൾ ആവറേജ് എന്നുള്ളൊരു വാക്ക് നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന സാധനം, ഈ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ അഥവാ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷന്റെ ഒരു സ്പെസിഫിക് ഫോമാണ് അരിത്തമാറ്റിക് മീൻ. അപ്പോ ഈ അരിത്തമാറ്റിക് മീനിന്റെ കേസിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസിൽ ഈക്വലി ലൈക്ലി ആണെന്നും, പക്ഷെ നമ്മുടെ ഇപ്പോ ഹൈറ്റ് ഓഫ് എ പീപ്പിൾ അത് നമുക്ക് എന്താ പറയുക, ഈക്വലി ലൈക്ലി ഇതല്ല, അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും മിക്കവാറും. നല്ല ഹൈറ്റുള്ളവര് അല്ല ആവറേജ് ഹൈറ്റുള്ളവർ നടുക്ക് വരും, എക്സ്ട്രീം ഹൈറ്റുള്ളവർ റൈറ്റിൽ പോവും, കുള്ളന്മാര് ഇതിലോട്ട് വരും. അത് ക്വാസി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റഡി ഓഫ് പ്രോബബിലിറ്റീസ് അബൌട്ട് സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പോ ഫോൺ കോൾസിന്റെ കോൾ സെന്റർ, ഒരു റീറ്റെയിൽ ഷോപ്പില് കസ്റ്റമർ വരുന്ന സിനാറിയോ, ഇനി നെറ്റ്വർക്കില് നോഡുകളിൽ പാക്കറ്റ് വരുന്നത്, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തില് ഒക്കെ എന്താ പറയാ ഒരു ക്യൂയിങ് നേച്ചറുള്ള, അതായത് ഒരു സ്ട്രീമിംഗ് നേച്ചറുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് പല പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മോസ്റ്റ്ലി എന്താ പറയുക, അത് ഡിസ്ക്രീറ്റ് വേർഷൻ ഉണ്ട്, കണ്ടിന്യൂസ് വേർഷൻ ഉണ്ട്. അത് ഒരു
സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് റിക്വസ്റ്റ് ഇൻ എ ടൈം സ്പാൻ വരുമ്പോൾ അങ്ങനത്തെ പ്രോബ്ലം മോഡൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് ക്യൂയിങ് തിയറി ആയിട്ടാണ് പൊതുവേ അത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റം ഇപ്പോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ Poisson distribution. I do know about, okay, normal distribution is well known because without understanding normal distribution you cannot do any statistics. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മെയിൻ തെസിസ് തന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ട് നിയമത്തുമായിരിക്കണേ, ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആൻഡ് സെൻട്രൽ ലിമിറ്റ് തിയറി. അപ്പോൾ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ പോപ്പുലേഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ സാമ്പിൾ ഉണ്ട്. ആസ് ദ സാമ്പിൾ സൈസ് ഇൻക്രീസസ്, statistic or sample parameters will approximate to population parameters എന്നുള്ള അസംഷനിലാണ് എന്താ പറയാ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഇരിക്കുന്നത്. ഇനി സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മളൊരു when you study a problem, ആ പ്രോബ്ലത്തിന്റെ വേരിയബിൾസ്, അതിന്റെ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കാലേ കൂട്ടി അറിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് സാമ്പിൾ ചെയ്യാനും സാമ്പിളും സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ പല സ്ഥലത്തും ഇംപ്ലിസിറ്റ്ലി നോർമൽ അസംഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോ നമ്മൾ ആൾറെഡി മറ്റേ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അടുത്ത് അറിയാനുള്ളത് സെൻട്രൽ ലിമിറ്റ് തിയറം ആണ്. സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനോമിനയുടെ ഡാറ്റ എങ്ങനെ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോട്ടെ, നിങ്ങൾ അതിൽ നിന്ന് റാൻഡം സാമ്പിൾസ് പിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ആവറേജ് എടുത്തിട്ട് ആ ആവറേജ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10, 30, 50 സാമ്പിൾ കഴിയുമ്പോഴേക്കും അവിടെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ അല്ല കേട്ടോ, സീരീസ് ഓഫ് ഒരു സൈമൾട്ടേനിയസ്ലി നമുക്ക് ഈ പല സ്ഥലത്തുനിന്ന് ഒരേ രീതിയിൽ കളക്ട് ചെയ്യുന്ന അതിന്റെ ആവറേജ് ആണ് പറയുന്നത്. അപ്പോൾ ആ ആവറേജ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഇലക്ഷൻ പ്രവചനം ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഡിസ്ട്രിബ്യൂഷന്റെ റോൾ എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ വായിക്കുക. അപ്പൊ നമുക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലോട്ട് നമുക്ക് കടക്കാം. The Poisson distribution is a discrete probability distribution. അതായത് Poisson distribution discrete ആണെന്നില്ല, കണ്ടിന്യൂസും ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ പ്രോബിലിറ്റിയുടെ ഏത് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഉണ്ട്, മറ്റേ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ അതായത് ഇപ്പൊ നിങ്ങളുടെ സാമ്പിൾ സെറ്റ്, ഇവന്റ്സിന്റെ ആൾജിബ്ര, അതിന്റെ ഒരു ആക്സിയോമാറ്റിക് തിയറി, അങ്ങനെ കുറെ മാത്തമാറ്റിക്കൽ ഫോർമലിസം ഈ പ്രോബബിലിറ്റിയുടെ ആക്സിയോമാറ്റിക് ഡെഫിനിഷനിലുണ്ട്. അപ്പോ ഈ നിങ്ങളുടെ ഇവന്റ്സ് ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കാൽക്കുലസ് ഒക്കെ ഉപയോഗിച്ചാൽ തന്നെ റിമാനിയൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞൊരു സാധനം മതി. എന്ന സ്ഥാനത്ത് നിങ്ങൾ പ്രോബബിലിറ്റി ഓൺ ഇൻഫൈനൈറ്റ് സ്പേസസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. നമുക്ക് റിമാനിയൻ ഇന്റഗ്രലിന് മാതിരിയുള്ള നീറ്റ്ലി ബൗണ്ടഡ് ഇന്റഗ്രേഷൻ പോസിബിൾ അല്ല. പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എന്താ പറയാ ഈ ഡിസ്ക്രീറ്റ് സെറ്റ് തിയറി, നമുക്ക് സിഗ്മ ആൾജിബ്രയൊക്കെ ഉപയോഗിക്കണം. കുറച്ച് ടോപ്പോളജി ആയിട്ടൊക്കെ ബന്ധമുണ്ട്. മെഷർ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉപയോഗിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് probability distribution that expresses the probability of a given number of events occurring in a fixed interval of time or space. Okay, time എടുത്താൽ മതി. Provided that these events occur with a non-constant mean rate and independently of the time since the last event. അപ്പോ കറണ്ട് ഇവന്റും അതായത് ഇപ്പൊ കോളും അടുത്ത ഇവന്റും തമ്മിൽ ഒരു ഈ ബന്ധം, അതായത് ഒരു കോഷൽ ബന്ധം ഇല്ല എന്നുള്ളൊരു അസംഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് ഒരു മീൻ റേറ്റ്, അതായത് ഇപ്പൊ അതിനെ ലാംഡ എന്നാണ് ഇവര് പറയുന്നത്. അപ്പോ അതും അതായിരിക്കും അത് എന്താ പറയാ അതിന്റെ ആവറേജും വേരിയൻസും ലാംഡ ആയിരിക്കും, അതായത് മീൻ റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ മീൻ റേറ്റ് എന്ന് പറയും. പിന്നെ നിങ്ങൾക്ക്
എക്സ്പെക്റ്റഡ് റേറ്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മീൻ റേറ്റ് 10 പെർ അവർ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് കാൽക്കുലേറ്റിംഗ് 15 റിക്വസ്റ്റ് പെർ അവർ, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രോബിലിറ്റി കുറയാണ് വേണ്ടത്. ഇനിയിപ്പോ മറ്റേ എന്താ പറയാ, ചിലപ്പോ നമുക്ക് മീൻ റേറ്റ് 10 റിക്വസ്റ്റ് പെർ മിനിറ്റ് ആയിരിക്കും ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ആയിരിക്കും. അത് ചിലപ്പോ ഫോർ എക്സാമ്പിൾ 5 ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്, ഇനിയിപ്പോ എക്സാക്ട്ലി 10 ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇത് ചെയ്യുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിഫൈൻ, ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നിന്ന് ഡിഫൈൻ ചെയ്യാന്നുള്ളത് പ്രോബിലിറ്റിയുടെ സ്റ്റാൻഡേർഡ് ബുക്സും ഇന്റർനെറ്റിലെ വീഡിയോസ് ഒക്കെ ഉണ്ട്, അത് പോയി കാണാം. അതായത് ഇവിടെ എത്രയേ ഉള്ളൂ, ഒരു എൻറ്റിറ്റി, ഒരു വെബ് സെർവർ ആയിരിക്കാം, ഒരു റീറ്റെയിൽ കൗണ്ടർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബാങ്കിന്റെ ATM ആയിരിക്കാം. അവിടെ കസ്റ്റമർ വരുന്നതോ ഇനിയിപ്പോ കോൾ സെന്ററിലേക്ക് കോള് വരുന്നതോ, ഒരു ആക്സിഡന്റ് ഹാപ്പനിങ് ഇൻ എ സിറ്റി, അതൊരു മീൻ റേറ്റ് ഉണ്ടാവും പെർ ഡേ ഇത്രയാണെന്നുള്ളത്. പക്ഷെ ചില ദിവസമൊക്കെ ഭയങ്കര സ്പർട്ട് ഉണ്ടാവും, ചില ദിവസം കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് മോഡൽ ചെയ്യാനാണ് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഒക്കറൻസ് ഓവർ ആൻ ഇന്റർവെൽ, ദ ഇവന്റ് സച്ച് ആസ് ഫോൺ കോൾസ്, ആക്സിഡന്റ്സ് ഓർ ഡിഫക്ട്സ് ഹാപ്പൻ ഓവർ എ കണ്ടിന്യൂസ് ഇന്റർവെൽ. അതിപ്പോ ടൈം ഏരിയ, അതിപ്പോ നമുക്ക് തൽക്കാലം ഇപ്പൊ ടൈമിൽ ഒതുക്കാം. കോൺസ്റ്റന്റ് ആവറേജ് നമ്പർ ഓഫ് ഒക്കറൻസസ് ഡിഫൈൻഡ് ബൈ ലാംഡ. ലാംഡ എന്നൊരു സാധനം ഉണ്ട്. അപ്പൊ ഇതിനൊരു പർട്ടിക്കുലർ ഫോർമുല ഉണ്ട്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഡിറൈവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിനെ ഡിറൈവ് ചെയ്യുന്നത് എന്താ പറയാ, ഈ കുറച്ച് അസംഷൻസ് വെച്ചിട്ട് അത്ര വലിയ ആൾജിബ്രൈക് റിഡക്ഷൻ മതി. ഈസ് കോൺസ്റ്റന്റ് ഓവർ ദി ഇന്റർവൽ. Independence. Events occur independently. The occurrence of one event does not affect the possible probability of another event occurring. അതൊരു അസംഷൻ ആണ്. പലപ്പോഴും അത് കറക്റ്റ് ഒന്നും ആവണമെന്നില്ല. പക്ഷേ എങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ് അങ്ങനെ അസംഷൻ ചെയ്താലേ മാത്തമാറ്റിക്സ് കൺസിസ്റ്റന്റ് ആവുള്ളൂ. നോൺ ലീനിയാരിറ്റി അവോയ്ഡ് ചെയ്യാനാണ് ഇതിന്റെ പേര്. അപ്പൊ അതൊരു ലോ പ്രോബിലിറ്റി ഓഫ് അസൈൻമെന്റ്, ഒരേ ഇവന്റ് ഒരുമിച്ച് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി കുറവാണെന്ന്. ചിലപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിട്ട് ആ അസംഷൻ എടുക്കുന്നത് സേഫ് ആയിരിക്കും. അപ്പൊ കുറച്ച് അസംഷൻസിൽ എങ്ങനെ നമുക്ക് പ്രോബ്ലംസ്, അതായത് ക്യൂയിങ് പ്രോബ്ലംസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇവന്റ്സ് ഹാപ്പനിങ് ഇൻ എ ഡിസ്ക്രീറ്റ് ടൈം വിൻഡോ മോഡൽ ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമലിസം ആണെന്നാണ് ഈ സ്റ്റേറ്റ് പറയുന്നത്. അപ്പൊ നമുക്ക് റാദർ ദാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതിന് പകരം നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഇതുണ്ടാവും. അപ്പോ ഈ PMF എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അത് ഡിസ്ക്രീറ്റ് പ്രോസസ് ആയതുകൊണ്ടാണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് പറയുന്നത്. അപ്പൊ PDF CDF എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതിപ്പോ ഈ PDF ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് CDF കിട്ടുന്നത്. CDF അത് കണ്ടിന്യൂസ് പ്രോസസ്സിലാണ്. നമ്മളിവിടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എടുക്കണം. ഫോർ എ പോയിസൺ റാൻഡം വേരിയബിൾ X, the probability of observing exactly K events is given by പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്നാണ് അത് വായിക്കേണ്ടത്. ലാംഡ എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് ഇവന്റ്സ് കോൾ ആയിരിക്കാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ e⁻ ലാംഡ ബൈ കെ ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പൊ കെ 0 ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം, 0, 1, 2 ആയിരിക്കണം. കെ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി 0 ആണെന്നൊരു അസംഷൻ ഉണ്ട്, അത് ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളൂ. അപ്പൊ ലാംഡ ഇതെന്നതിന് അപ്പൊ അതിന് ഒരു മീൻ, അതായത് അതിന്റെ അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ അത് എന്താ പറയാ, അതിന്റെ ആവറേജ് എപ്പോഴും ഒരു ലാംഡ എന്നുള്ളതായിരിക്കും. അത് അതിലോട്ട് കൺവേർജ് ചെയ്യും. ഇപ്പൊ 10 ആണെങ്കിൽ 10 ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് ആവറേജ് എന്ന് പറഞ്ഞത്. വേരിയൻസും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് വിൽ വേരി ഓൺലി ബൈ ലാംഡ. ഓക്കെ, അപ്പൊ ആ മാക്സിമം ഇപ്പൊ എന്താ പറയാ 10 എന്നുള്ളത് 21 ഒക്കെ ആവാനുള്ള പ്രോബിലിറ്റി ഒക്കെ ഹൈലി അൺലൈക്ലി ആണെന്നുള്ളൊരു അസംഷൻ ആണ്. ബിക്കോസ് ബോത്ത് മീൻ ആൻഡ് വേരിയൻസ് ആർ ഈക്വൽ ടു ലാംഡ, ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് യൂണിക്കലി ക്യാരക്ടറൈസ്ഡ് ബൈ എ സിംഗിൾ പാരാമീറ്റർ. ഒരു പാരാമീറ്ററിന്റെ ആവശ്യമുള്ളൂ. ശരിക്കും എന്താ പറയാ, പാരാമീറ്റർ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ലാംഡയാണ് ആ പാരാമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം കണ്ടിട്ട് അതിൽ നമുക്ക് പോസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ്. എ കോൾ സെന്റർ റിസീവ്സ് ആൻ ആവറേജ് ഓഫ് 10 കോൾസ് പെർ അവർ. അപ്പോ എക്സ്പെക്റ്റഡ് വാല്യൂ എന്താണ്, 10 കോൾസ് പെർ അവർ ആണ്. അതാണ് ലാംഡ. What is the probability that exactly 15 calls will be received in a particular hour? 15 എന്നുള്ളൊരു കോള്, 15 അത് 15 മോഡില് ഉള്ളതല്ല പറയുന്നത് കേട്ടോ. 15 ഇത് ചെയ്യാനുള്ള എക്സാക്ട്ലി കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്. ഇപ്പൊ 16 ആണെങ്കിൽ 15ന്റെ പ്രോബിലിറ്റി ആഡ് ചെയ്യണം, പിന്നെ 16ന്റെ പ്രോബിലിറ്റി ആഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് കാസ്കേഡ് ചെയ്താൽ മതി. അപ്പോ
നേരത്തെ നമ്മൾ ഓൾറെഡി ഫോർമുല കണ്ടുപിടിച്ചു. ലാംഡ ടു ദ പവർ ഓഫ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ കെ ഫാക്ടോറിയൽ ആണ്. അപ്പൊ കെ ഫാക്ടോറിയൽ ഇസ് ഹ്യൂജ് നമ്പർ. അപ്പൊ നമുക്ക് ഇന്റിജറിൽ അത് കൊള്ളില്ല. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതണം ജാവയുടെ ബിഗ് ഇന്റിജർ ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ലോഗരിതമിക് ഇപ്പൊ 15 log 10 പ്ലസ് അങ്ങനെ ആന്റി ലോഗ് ഓഫ് എന്താ പറയാ ലോഗ് ഓഫ് ഇ എന്ന് പറയുമ്പോൾ ഇ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ലോഗരിതമിക് റിഡക്ഷൻ വഴി നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ വരുന്നത് 0.0347 ആണ്. അപ്പോൾ എന്താ പറയാ 0.0347 എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജിലാക്കുകയാണെങ്കിൽ 3.4% ചാൻസ് ദാറ്റ് എന്താ പറയാ ആവറേജ് ഇൻസിഡന്റിന്റെ പ്രോബബിലിറ്റി റേറ്റ് 10 ആണെങ്കിൽ, അതായത് 15 ഇവന്റ്സ് എക്സാക്ട്ലി ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി 3.47% ആണെന്നാണ് ഈ പ്രോബ്ലം കാണിക്കുന്നത്. അപ്പോ ഈ PMF ഫോർമുല, അതായത് അതെങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് പ്രോബബിലിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നമുക്ക് അറിയാൻ പറ്റും. ഇന്റർനെറ്റിലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആവറേജ് റേറ്റ് എന്താ അറിയണം, എക്സ്പെക്റ്റഡ് ഇതെന്താണെന്ന് അറിയണം, മറ്റേ എന്താ പറയാ റേറ്റ് എന്താണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ആൾജിബ്രായിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എന്താ പറയാ ഒരു പൊസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഇതിനെ മാത്തമാറ്റിക്കലി പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്യുന്ന മാതിരി. അപ്പോൾ പൊസോൺ ടേബിൾ വരെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പോസ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമ്മള് ഈ ഒരു പ്രോബബിലിറ്റിക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു നോർമൽ ഒരാള് വരുമ്പോഴേ എങ്ങനെ നമ്മൾ ഇതിലോട്ട്, കാരണം നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ പറയാം. എങ്ങനെ എന്തായിരിക്കും ഇതിന്റെ ഒരു സ്ട്രാറ്റജി പഠിക്കുന്നതിന്? അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ തുറക്കും മുതൽ എടുത്ത് നോക്കണോ? അങ്ങനെയല്ലേ ഇപ്പൊ? ഓക്കെ, അതായത് ഇപ്പൊ ഫസ്റ്റ് തന്നെ ഈ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ പ്രസി. അതായത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രോബബിലിറ്റി എന്നുള്ളതേ അതൊരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണെന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവൂല എന്നുള്ള പേടിയൊക്കെ ഉള്ള ഒരാളാണ്. അല്ല, അത് ആർക്കാ ഇല്ലാത്തത്? എനിക്ക് തോന്നുന്നില്ല പ്രോബബിലിറ്റി തിയറി കറക്റ്റ്. കാരണം ഒന്നെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കര സിങ്ക്രണസ്ലി വയേർഡ് ആണ്. അപ്പൊ സ്റ്റോക്കാസ്റ്റിക് തിങ്കിങ് ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ബുക്ക് ഇറങ്ങുന്നത് തന്നെ പ്രോബബിലിറ്റിയെ കുറിച്ചാണ്. എന്റെ വീട്ടിൽ തന്നെ കുറെ ഇരിപ്പുണ്ട്. സോ ഇഫ് യു ആസ്ക് മീ, എനിക്ക് ഒരു പ്രോബബിലിറ്റി, എനിക്ക് അതിന്റെ നൊട്ടേഷൻ അറിയാം, കുറച്ച് സ്റ്റാൻഡേർഡ് പ്രോബ്ലംസ് അറിയാന്നല്ലാതെ അതെങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കാം, ഇപ്പൊ ബേസിക് കമ്പ്യൂട്ടേഷൻ എങ്ങനെ നടത്താം അങ്ങനെ അറിയാന്നല്ലാതെ പ്രോബബിലിറ്റിയുടെ ഒരു കൊഗ്നിറ്റീവ് ക്ലോഷർ എനിക്ക് എന്തായാലും ഇല്ല. അത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ മോസ്റ്റ് ഓഫ് പീപ്പിൾ ഗെറ്റ് ഇറ്റ് റോങ്. അപ്പോ മെയിൻ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഈ ChatGPT അല്ലെങ്കിൽ നമ്മുടെ ജനറേറ്റീവ് AI വന്നപ്പോ നമുക്കൊരു പോസിബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫോർമുലിസത്തിലോട്ടൊരു കടന്നുകയറ്റം വേർഡ് പ്രോബ്ലത്തിലൂടെ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ 15 കോൾസ് കിട്ടുക, അപ്പൊ 16 കോൾസ് ഉണ്ടാവാൻ എന്തായിരിക്കും പ്രോബബിലിറ്റി? നമ്മൾ അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റണത്? 15 മുകളിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ പ്രോബബിലിറ്റി കുറയും. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ 20 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക്, കാരണം നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് വേരിയൻസ് ലാംഡയാണെന്ന്. മനസ്സിലായോ? ആഡ് ചെയ്ത് പോകുന്നത് എനിക്ക് മനസ്സിലായത്. അതായത് ഇതിപ്പോ 15 ഇവന്റ്സ് വരാനുള്ള പ്രോബബിലിറ്റി ആണ്. ഇപ്പൊ 16 ആണെങ്കിൽ എന്ത് ചെയ്യും? x=16 ഇട്ടിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. 17 ആണെങ്കിലോ? അപ്പൊ 15 മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ 15, 16, 17, 18, 19, 20 കഴിഞ്ഞ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി ഇതിന്റെ അത് എക്സ്ട്രീംലി റയർ കേസിലെ ഈ ലാംഡയ്ക്ക് അപ്പുറത്ത് ഈ വേരിയൻസ് പോവുള്ളൂ. കണ്ടോ, നമ്മളിവിടെ വേരിയൻസ് ലാംഡയാന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആവറേജ് എന്തായാലും 10 ആയിരിക്കും ഇത് ചെയ്യണേ. അപ്പൊ 10, 12 ഇങ്ങനെ അവിടെ ചുറ്റും ക്ലസ്റ്റർ ചെയ്യും കൂടുതൽ വാല്യൂ. ഇപ്പൊ ഈ 15 ഒക്കെ വരുമ്പോഴേക്കും കുറവായിരിക്കും. അപ്പൊ 16, 17, 20 ഒക്കെ വരുമ്പോ എക്സ്ട്രീംലി റയർ ആയിരിക്കും
വാല്യൂ. വേരിയൻസ് ഡബിൾ ആണ് മാക്സിമം ആവുള്ളൂ, റെയർ ആവുള്ളൂ അല്ലെ? അതായത് അതിന് മുകളിലോട്ട് പോകൂല എന്നുള്ളതാണ്. ഇല്ല, അതിന് എന്താണ് അതിന്റെ ലോജിക്? ഞാൻ അല്ല അതുകൊണ്ടാണ് വേരിയൻസ് എന്ന് പറയണേ. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ലാസ്സില് ലാംഡേനെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കണക്കൂട്ടി. ലാംഡേനെ ഡിസ്ട്രിബ്യൂഷൻ അല്ല, അത് ഒരു പെർട്ടിക്കുലർ മാത്തമാറ്റിക്സ് ചെയ്തിട്ടാണ് വേരിയൻസും ഇതും ലാംഡയാണെന്നുള്ളത് കണ്ടുപിടിച്ചത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ ഇതുണ്ടോ? റീഐറ്ററേറ്റ് ചെയ്യട്ടെ. അതായത് ലാംഡ എന്നുള്ളത് ഒക്കറൻസ് ആണ്, ആവറേജ് ഒക്കറൻസ് ആണ്. അപ്പൊ ആവറേജ് ഒക്കറൻസിന്റെ വേരിയൻസ് ഡബിളിൽ കൂടുതൽ പോകാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. അതായത് നെഗറ്റീവ് ആവാൻ പാടില്ലല്ലോ, പ്രോബബിലിറ്റി 0 ആണല്ലോ. പിന്നെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഡിപെൻഡന്റ് ആണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഡബിൾ കൗണ്ടിങ് വരും. നമുക്കിവിടെ എക്സാക്ട്ലി 15 കോൾസ് ചെയ്യണ കാൽക്കുലേറ്റ് ചെയ്യാം. 16 കോൾസ്. അതായത് ആദ്യത്തെ സാമ്പിളിലും രണ്ടാമത്തെ സാമ്പിളും തമ്മിൽ ഡിപെൻഡൻസി ഇല്ല, അതാണോ ഇൻഡിപെൻഡന്റ്? അതായത് അങ്ങനെ ഒരു അസംഷൻ ഉണ്ട് ഓൾറെഡി. അതിപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? ഇൻഡിപെൻഡൻസ്, the events occur independently. The occurrence of one event does not affect the probability of another event occurring. മനസ്സിലായില്ലേ? പിന്നെ സ്മോൾ ഇതില് കണ്ടോ, ഒന്നിൽ കൂടുതൽ ഇവന്റ് ഇത് ഇങ്ങനെ, ഇത് ഈ അസംഷനിലാണ് കോൺസ്റ്റന്റ് ആവറേജ് റേറ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ അസംഷൻ നടത്തിയിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല ഡിറൈവ് ചെയ്തേക്കുന്നത്. ബട്ട് ടു ഓഫൺ ഇറ്റ് വർക്ക്സ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഇപ്പൊ എക്സാക്ട്ലി 15 ആണ്, 16 കോൾസ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട്. സാർ ഇതിന്റെ ഈസിലെ ഇപ്പൊ എക്സിക്യൂട്ടീവ് 10-ലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി. അതെ, 9 ഒക്കെ ആയിരിക്കും. 9 ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വെച്ചാ ഈ 9 ഉണ്ടാവില്ല എന്നല്ല, മറ്റേ എന്താ പറയാ, ഈ K0 താഴെ പോവില്ല. 0 താഴെ അപ്പൊ 0 to 20 വരെ നമ്മള് ആ റേഞ്ചിലെ വാല്യൂ ഓസിലേറ്റ് ചെയ്യുള്ളൂ ഈ കേസില്. ഇതിന്റെ ഒരു നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു നോർമൽ കർവ് പോലെ തന്നെയാണോ വരുന്നത്? ഇല്ല, നോർമൽ കർവ് ഇപ്പൊ ഇവിടെ എന്താണ് കാര്യം, എക്സ്പെക്ടഡ് വാല്യൂ ആവറേജ് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ലാംഡയുടെ വേരിയൻസും അതാണെന്നാണ് പറയണത്, ലാംഡയാണ്. അപ്പൊ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. അപ്പൊ ഒരു പോസിറ്റീവ് വാല്യൂലേ വരുള്ളൂ. അപ്പൊ മീൻ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ ഇപ്പൊ സാമ്പിൾ ആണെങ്കിൽ റൂട്ട് ഓഫ് മൈനസ് എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെ വാല്യൂ വരാനുള്ള. അപ്പൊ നമുക്കിവിടെ 20-നപ്പുറത്തേക്ക് പോകില്ല, 10 നമ്മുടെ ആവറേജ് റേറ്റ്. അപ്പൊ നമുക്ക് 15-ന് മുകളിൽ കാണാൻ പറ്റും. എക്സാക്ട്ലി 15 കാണാൻ ഈ ഫോർമുല നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ പ്രോബബിലിറ്റി 15 + 16 അങ്ങനെ പോകണം, അക്യുമുലേറ്റ് ചെയ്യാണല്ലോ. 15-ന് മുകളിൽ പോകാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തെടുക്കണം. 15, 16, 17, 18, 19, 20 പറ്റുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ടാണ്. ഡിപെൻഡന്റ് ആണെങ്കിൽ ഡബിൾ കൗണ്ടിങ് വരും. അവിടെ നമ്മൾ കുറച്ച് കളയണം. പ്രീവിയസ് ഒബ്സർവേഷൻ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണെന്ന് അസ്യൂം ചെയ്യേണ്ടതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഞാനിപ്പോ ജസ്റ്റ് പിടി കിട്ടിയ ഇപ്പൊ എക്സാക്ട്ലി ഇപ്പൊ കെ ഇവന്റ്സ് ആണെങ്കിൽ K+1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കെയും K+1 കൂടി അതിന് മുകളിൽ വരുന്നത് എത്രയാന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഞാനൊരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് 10 കോള് ആവറേജ് കിട്ടുന്നുണ്ട്, 11 കോള് കിട്ടാനുള്ള പ്രോബിലിറ്റി ഇത്രയാണ്. അപ്പൊ 9 കിട്ടുന്നതും അത് നമുക്ക് അങ്ങനെ അല്ല, 9 കിട്ടുമ്പോ കണ്ടില്ല ഇവിടെ ചെറിയ നമ്പർ ആയിരിക്കും, മനസ്സിലായല്ലേ? ചെറിയ നമ്പർ ആയിരിക്കും. അപ്പം കൂടുന്നോറും പ്രോബിലിറ്റി കുറയും. അതെ അതെ. അപ്പൊ നമ്മള് 10 ആണെങ്കിൽ നമുക്ക് ലാംഡ തന്നെയാണല്ലോ വേരിയൻസും.
ഉം, ഉം, ഉം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? അതായത് ആ. ഇപ്പൊ നമുക്കിപ്പോ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ മോഡൽ ചെയ്യാൻ ഈ നോളജ് മതി. മനസ്സിലായില്ലേ? അത് ഇൻഡിപെൻഡന്റ് ആണ്. കുറച്ച് അസംഷൻസിന്റെ ബേസിസിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യണത്. ഈവൻ ഫോർമുലയുടെ ഡെറിവേഷൻ വരെ. ഞാൻ അടുത്ത വേർഡ് പ്രോബ്ലം എടുക്കാം വേണ്ടിയിട്ട്. On an average, 2 traffic accidents occur per day in a small town. What is the probability that exactly 5 accidents occur in a day? അപ്പൊ ലാംഡ 2 ആണ്, k 5 ആണ്. അപ്പൊ നമ്മള് x is equal to 5 ഇടുമ്പോൾ ലാംഡ ടു ദ പവർ ഓഫ് 5 e raised to -2 e raised to minus lambda by 5 factorial. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ 3.61% ആണ് 5 ആക്സിഡൻസ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി. വേരിയൻസ് 4 ആയിരിക്കും. അല്ല, 2 തന്നെ ആയിരിക്കും അല്ലേ? അല്ല, വേരിയൻസ് 4 വരെ പോവാം. ഓക്കെ, അതിനേക്കാളും കൂടുതൽ ചെറിയ പ്രോബിലിറ്റി ആണല്ലേ, ഇങ്ങനെ കുറഞ്ഞു ഇങ്ങനെ വരും. Programmers use a web server receives an average 50 requests per minute. What is the probability that in a given minute the server receives exactly 45 requests? അപ്പോൾ ലാംഡ 50 ആണ്, k 45 ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 4.6 ആയിരിക്കും. അതായത് ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. എന്താണ് പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ, എന്ത് പ്രോബ്ലം ആണ് അത് മോഡൽ ചെയ്യണേ, അത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വെർഷൻ ഉണ്ട്, അതിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആണ്, സൈമൾട്ടേനിയസ്ലി ഇവന്റ് ഓക്കർ ചെയ്യില്ല, ആവറേജ് റേറ്റ് ഉണ്ട്, അതിന്റെ മീനും മറ്റേ എക്സ്പെക്ടേഷനും എന്താ പറയാ ഈ ആവറേജ് റേറ്റ് ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. A factory produces a large batch of items. On an average, there are 3 defects per 1,000 items. If you examine 1,000 items, what is the probability of finding 0 defects? Calculate ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 4.98 ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ലാംഡ 3 defects per 1,000 item ആണ്. അപ്പൊ ഇതിപ്പോ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലൊക്കെ ഉപയോഗിക്കാം. k 0 ഡിഫക്റ്റ് ആണ്. നോ ഡിഫക്റ്റ് പക്ഷെ ഇത് ചെയ്യാൻ പറ്റില്ല. 1 ഡിഫക്റ്റ് ആണെങ്കിലും ഏകദേശം ഇതേ വാല്യൂ തന്നെ ഉണ്ട്. ഓക്കെ, ബൈ 3 1 ആണല്ലോ, 3 ആകുമ്പോൾ 3 ആയിരിക്കും. 3 times പ്രോബിലിറ്റി ഉണ്ട്. 12 സംതിങ് കിട്ടും. 12 അല്ല, ക്ലോസ് ടു 15% കിട്ടും. 2 ആണെങ്കിൽ 9, അപ്പോൾ 2 4.5. So 15, 25% ഉണ്ടോ അങ്ങനെ. റേഡിയോ ആക്റ്റീവ്സ് ആണ് ഇത് കുറച്ചുകൂടി ഗ്രാനുലാരിറ്റി കൂടി. പ്രമിറ്റ്സ് പാർട്ടിക്കിൾസ് അറ്റ് an average rate of 5 particles per second. What is the probability that exactly 7 particles are emitted? Same ഇത് തന്നെ. അപ്പൊ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആവറേജ് റേറ്റ് എന്താണെന്ന് അറിയാം, എക്സ്പെക്റ്റഡ് ഇതെന്താണെന്ന് അറിയാം. ഇനിയിപ്പോ അതിന്റെ മുകളിൽ ഇപ്പൊ ഒരു റേഞ്ചിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ്ലി അത് അക്യൂമുലേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ
ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ റാൻഡം വേരിയബിൾ എക്സ് വിത്ത് പാരാമീറ്റർ ലാംഡ ഗ്രേറ്റർ ദാൻ 0. ലാംഡ 0 താഴെയാണെങ്കിൽ ഡിഫൈൻഡ് അല്ല, 0 ആണ്. e raised to minus lambda to the power of k factorial. ഇതാണ് ഇതിനെ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. എക്സ്പെക്ടേഷൻ ഈസ് ഗിവൺ ബൈ എന്താ പറയാ, ഈ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്നാണ് ഇതിനെ വായിക്കുന്നത് കേട്ടോ, ഇത് തന്നെ. അപ്പോ ഈ പി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു കെ, അപ്പൊ വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റ് ഉണ്ടോ, ഓക്കെ. അപ്പോ ഇവിടെ എക്സ് ഐ എന്നുള്ളത് ഇവിടെ കെ ആയിരിക്കും. പ്രോബബിലിറ്റി വേണ്ട, അതായത് ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷന്റെ ജനറൽ ഫോർമുല. അതായത് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ അതിന്റെ ഒക്കറൻസിന്റെ പ്രോബബിലിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ലീനിയർ കോമ്പിനേഷന്റെ സമ്മേഷൻ ആണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ. അപ്പൊ ഈ മറ്റേ ഡിസ്ക്രീറ്റ് കേസിലൊക്കെ പി എന്ന് പറഞ്ഞാൽ 1/n ആയിരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ കണ്ട, ഇതാണ് ഈ എക്സ്പെക്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഫോർമുല എങ്ങനെയാണ് കൊടുത്തത്. ഈ ഫോർമുല ഇവിടെ കിട്ടിയില്ല അല്ലേ? ഇത് ഇപ്പൊ നമ്മുടെ പ്രോബ്ലം, നമ്മുടെ എന്താണ് എക്സ്പെക്ടേഷൻ ഗിവൺ ബൈ പി ഓഫ് എക്സ് ഇസിക്കൽ ടു കെ നമ്മൾ ആൾറെഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതുണ്ട്. അപ്പൊ ഈ പി ഓഫ് എക്സ് ഇസിക്കൽ ടു കെയുടെ ഫോർമുലയാണ് ഈ കാണുന്നത്. കിട്ടിയോ? അപ്പോ ഇതിന്റെ ഉള്ള എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പണി ചെയ്യാം. ഇ റൈസ് ടു മൈനസ് ലാംഡയ്ക്ക് ബന്ധമില്ല ഈ സമ്മേഷൻ. അപ്പൊ ഇത് പുറത്തേക്ക് എടുക്കാം. അതാണ് ഇ റൈസ് ടു മൈനസ് ലാംഡ പുറത്തേക്ക് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കെ ബൈ കെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു കെ മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ കെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോ കണ്ടോ, അപ്പൊ ഇ റൈസ് ടു മൈനസ് ലാംഡ പുറത്താണ് ഓൾറെഡി. കെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ലാംഡ കെ ബൈ ഇതാണ്. അപ്പൊ ഇത് ടൈലർ സീരീസ് എക്സ്പാൻഷന്റെ ഇപ്പൊ കെ 1 ആണെങ്കിൽ ഇട്ട് നോക്കിയാൽ മതി. അപ്പോ അത് ഇ റൈസ് ടു ലാംഡയുടെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഇതാണ്. അപ്പൊ ഇവിടെ ഇ റൈസ് ടു ലാംഡ വരും. അപ്പോ നമുക്ക് എന്താ പറയുക, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടോ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും, ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ ഇ റൈസ് ടു ഇത് തന്നെ. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഇ റൈസ് ടു മൈനസ് ലാംഡ ക്യാൻസൽ ചെയ്തുമ്പോൾ ലാംഡ കിട്ടും. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ and how can we evaluate it on a in show things in analytical numerical steps. ഇതുണ്ടല്ലേ, നമ്മള് ഇപ്പൊ ഈ പി ഐ എന്നുള്ളത് ഇവിടെ ഇങ്ങനെ പി എഫ് എക്സ് ഐ എന്ന് ഇട്ടാൽ മതി. ഈ സാധനമാണ് ഞാൻ ഇവര് കാണിക്കണേ. ഇത് കണ്ടോ, വാല്യൂ അതിന്റെ പ്രോബബിലിറ്റി തമ്മിലുള്ള ലീനിയർ കോമ്പിനേഷൻ ആണ്. ഇവിടെ എന്നെ ഇട്ടേക്കണം, ഫൈനൈറ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് മതി കേട്ടോ. ഇവിടെ പ്രോബബിലിറ്റി 1/6 ആണ് അസ്യൂം ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ട എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതായത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഇത് ഡൗട്ട് ഉള്ള ആർക്കെങ്കിലും?
ഇതിന്റെ എക്സ്പെക്ടേഷൻ ലാംഡയാണെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പൊ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷന്റെ ജനറൽ ഫോർമുലയാണ് ഞാൻ ഈ ഇട്ടേക്കണത്. അപ്പൊ ഇവരിങ്ങനെ പി ഐനെ അവര് ഇങ്ങനെ ഇട്ട് നോക്കും. പക്ഷെ സാർ ആ ഒരു പ്രോബബിലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂലേ നമ്മളവിടെ, ആ ഒരു ഇക്വേഷൻ വരുന്നതും ഇതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണേ. കെ അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെയുടെ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണേ ഇവിടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കെ ആണ് നമ്മള് വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് വാല്യൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇ റേസ് ടു ലാംഡയ്ക്കും ബന്ധമില്ല ഈ കെ ആയിട്ട്. അപ്പൊ നമുക്കത് പുറത്തേക്ക് എടുക്കാം. പിന്നെ കെ ബൈ കെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു കെ മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ കെ ക്യാൻസൽ ചെയ്ത് പോയി. അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിനെ ഒരു റിഡക്ഷൻ ഉണ്ട്. ടൈലർ സീരീസ് എക്സ്പാൻഷന്റെ ഇ റേസ് ടു ലാംഡയുടെ എക്സ്പാൻഷൻ ഇതാണ്. അപ്പൊ ഇവിടെ ലാംഡ, അപ്പൊ ഇവിടെ എങ്ങനെയായില്ലേ, ലാംഡ മറ്റേ ഇ റേസ് ടു ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ ഇ റേസ് ടു ലാംഡ ആയി. അപ്പോ മറ്റേ എന്തായി 1 ഈസ് മറ്റേ ഇ റേസ് ടു എക്സ് ഇത് ഇങ്ങോട്ട് വന്നു. അപ്പോ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ ആയി. അപ്പൊ ഇ റേസ് ടു ലാംഡ ക്യാൻസൽ ചെയ്തു പോയി, ലാംഡ കിട്ടി. ഇതാണ് അതിന്റെ ആവറേജിന്റെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഈ സ്ലൈഡിൽ നിന്ന് പഠിക്കേണ്ട വെച്ചാൽ ആവറേജ് നമ്മള് സാധാരണ ആവറേജ് കാണുമ്പോൾ 1/n വരുന്നത് അത് പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പോ അവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ് 1/n നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് നോർമൽ ആണെങ്കിൽ നിങ്ങൾ അതിന്റെ രീതിയിലുള്ള ഇത് ബൈനോമിയൽ തിയറം മറ്റേ എന്താ പറയാ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ സാമ്പിൾ സ്പേസ് കൂട്ടിയെടുക്കണം. ഇവിടെ കിട്ടിയ ഇതാണ് അതിന്റെ സാധനം. ഇനിയിപ്പോ നമുക്ക് അതിന്റെ വേരിയൻസ് നോക്കാം. ഒരു ഡൗട്ട്, അതൊരു എന്താന്ന് വെച്ചാ ഇപ്പൊ നമുക്കിപ്പോ ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ കൊടുക്കുമ്പോ തന്നെ ലാംഡ നമ്മൾ പറയുന്നുണ്ടല്ലോ ആവറേജ് ആണ്. അപ്പൊ അതൊരു സർക്കുലർ ആയിട്ടുള്ള എനിക്ക് ഒരു സർക്കുലർ അങ്ങനെ അതല്ല. ഫസ്റ്റ് തന്നെ എന്താ ഇതില്ലേ, ഞാനിവിടെ ആ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യണേ എന്നുള്ളത് രണ്ട് പേരൊക്കെ ഉണ്ടത്. അപ്പൊ അത് കാണിക്കാനുള്ള സ്ക്രീൻ പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് അത് ഇപ്പൊ ഗിവൺ നിങ്ങൾക്ക് ഇന്റർനെറ്റില് പല വീഡിയോസിലുണ്ട്. MIT കോഴ്സിൽ കണ്ടു, പല സ്ഥലത്തും റാൻഡം പ്രോസസ് അടിച്ചു നോക്കി കഴിഞ്ഞ് ഇത് എന്തായാലും പഠിപ്പിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ലാംഡ വന്നേ എന്നുള്ളത് മാജിക് അല്ല. മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷന്റെ ഫോർമുല ജസ്റ്റ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവർ ആൾജിബ്രായിക്കലി റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ നമുക്കിപ്പോ ഈ സാധനം ഈ സെഷനിൽ അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോ നിങ്ങൾ എവിടെ കണ്ടാലും മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, വേരിയൻസ്, ഇതിനൊക്കെ മാത്തമാറ്റിക്കൽ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷന്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഇത് വെച്ചിട്ട് കുറെ റിഡക്ഷൻസ് പോസിബിൾ ആണ്. അപ്പൊ അതിന്റെ നോളജ് നമ്മള് എന്താ പറയാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ PIXI, അപ്പൊ ലീനിയർ കോമ്പിനേഷൻ ഓഫ് പ്രോബബിലിറ്റി വെക്ടർ ടൈംസ് വാല്യൂ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീനിയർ കോമ്പിനേഷൻ ഓർമ്മ തന്നെ. അല്ല, ലീനിയർ കോമ്പിനേഷൻ ഓഫ് PIXI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതേ സാധനം തന്നെയാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൽ ഉപയോഗിക്കണേ. രണ്ട് വെക്ടർ, ഒരു വാല്യൂ, ഒരു വെയിറ്റ് വെക്ടറും ഒരു വാല്യൂ വെക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റേ എന്താ പറയാ അഗ്രഗേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ഒരു സ്കെയിലർ വാല്യൂ ആയിരിക്കുമല്ലോ. അപ്പോ അവിടെ വെയിറ്റ് എല്ലാം കൂടി ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉറപ്പായിട്ട്. അപ്പൊ നിങ്ങൾക്ക് വെയിറ്റഡ് മീൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു മാത്തമാറ്റിക്കൽ ലിറ്ററസി വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഇത്. പേനയും പെൻസിലും വെച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പിടികിട്ടും. ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ ഡിസ്ക്രീറ്റിന്റെ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണേ നോക്കാം, വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണേ നോക്കാം. ഫസ്റ്റ് തന്നെ കണ്ടോ, ഇപ്പൊ ഇവിടെ ഈ ഫോർമുല ഗിവൺ ആയിട്ടാ തന്നേക്കണേ. അതായത് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ്
ഈ അരിത്തമാറ്റിക് മീൻ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന്. ഇത് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നതാ, മനസ്സിലായില്ലേ? അപ്പൊ സെക്കൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഫസ്റ്റ് മൂവ്മെന്റ് മീൻ ആയിരിക്കും, സെക്കൻഡ് മൂവ്മെന്റ് മറ്റേ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ വേരിയൻസ് ആയിരിക്കും. മറ്റേ തേർഡ് ഇത് മറ്റേ എന്താ പറയാ, തേർഡ് മൊമെന്റ് സ്ക്യൂനെസ് ആണ്, ഫോർത്ത് കർട്ടോസിസ് ആണ്. ഇവിടെ കിട്ടിയ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നേരത്തെ ഫോർമുല തന്നെയാണ് ഇവരിവിടെ ഉപയോഗിക്കണത്, കണ്ടില്ലേ? അപ്പൊ e⁻x² എന്ന് പറഞ്ഞു കഴിഞ്ഞാല് k² ഇൻറ്റു p(x) = k. അപ്പോ എന്താ പറയാ, ഈ a⁴ അവര് റെഡ്യൂസ് ചെയ്തേക്കാണ്, ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പൊ റീറൈറ്റ് ചെയ്തിട്ട് എന്താ പറയാ, ഈ നേരത്തെ ചെയ്ത മാതിരി ഇപ്പൊ പേനയും പെൻസിലും വെച്ച് നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാരിയസ് എക്സ് കിട്ടും. അപ്പൊ ഇപ്പൊ ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് ഒരു ചോദ്യം ഉണ്ടാവില്ലേ? അത് ഇപ്പൊ ജസ്റ്റ് കാൽക്കുലേറ്റ് വേരിയൻസ് property in terms of mathematical expectation. In a step by step analytical അപ്പോ ശരിക്കും നമ്മൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് തന്നെ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. കണ്ടോ, ആവറേജ് ആണ് e(x), അതായത് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ. അപ്പോ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ കുറച്ച് കളയും ഓരോ വാല്യൂ, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ എക്സ്പെക്ടേഷൻ ആവറേജ് ആണ് കാണുന്നത്. ഇത് പിടിയിട്ടില്ലോ അല്ലേ? എന്താണ് വേരിയൻസ്? വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ കാണും, അതായത് ആവറേജ് കാണും. എന്നിട്ട് ഓരോ വാല്യൂന്ന് ആവറേജ് കുറച്ചിട്ട് അതിന്റെ സ്ക്വയർ കാണും. ഈ സ്ക്വയർ കാണുന്നത് എന്തിനാ? ഇതിനെ പോസിറ്റീവ് വാല്യൂസ് മാത്രം കിട്ടാനാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ എടുത്താ പോരെ? അവരെന്തിനാ സ്ക്വയർ കാണുന്നത്? അത് ഡെറിവേറ്റീവ് എടുക്കാൻ എന്താണ്? അതാണ് കാൽക്കുലസിലെ മാക്സിമം മിനിമം അറിഞ്ഞാലേ ചെറുത് എന്താ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മീൻ സ്ക്വയർ ഡിഫറൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് കിട്ടിയല്ലോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് a-b² ഫോമിലായി, കണ്ടില്ലേ? അപ്പൊ ഇപ്പൊ a² - 2ab + b² ഫോമിലേക്ക് ഇത് ചെയ്തോ, x² - 2x. കണ്ടു, ഇത് a-b² ആണെന്ന് വയ്ക്കണ്ടോ ഈ സാധനം? ഇതാണ് ഇതിനെ ഇത് ചെയ്യുന്നു. പിന്നെ മാത്തമാറ്റിക്കൽ ഈ പ്രോപ്പർട്ടി ഉണ്ട്, അത് വെച്ചിട്ട് ഇവര് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഫൈനലി അവർക്ക് കിട്ടുന്നതാണ് മറ്റേ എന്താ പറയാ, ഈ നേരത്തെ പറഞ്ഞ ഫോർമുല. അപ്പൊ ഇത് ദൂരെ നിന്ന് കാണുന്ന അത്രയും ഡിഫിക്കൽട്ടി ഇല്ല അവിടെ, ശരിക്കും മനസ്സിലായില്ലേ? ഇത് ഞാൻ എവിടെ ഇതാ കാണിച്ചേ, ഇതെങ്ങനെ കിട്ടി എന്നുള്ളത്. അപ്പൊ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് അവര് പല രീതിയിൽ മാത്തമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യുന്നതാണ് ഈ സാധനം. പേന എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ e⁻x² എന്തായാലും ലാംഡ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? λ² + 2λ. ഇപ്പൊ x² വരുമ്പോ λ², അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോ ലാംഡ കിട്ടും. ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്താണ്, വേരിയൻസ് എന്താണ്, ഈ എന്താ പറയാ, കുറച്ച് ആൾജിബ്രയുടെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും, അതായത് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷനും മറ്റേ ലാംഡയെന്ന് കിട്ടും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സാധനം ഇവിടെ ഇട്ടത്.
ദിസ് ഈസ് ദ മാത്തമാറ്റിക്സ് ബിഹൈൻഡ് ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടോ ഫോർ കണ്ടോ ഇവിടെ ഇവരുടെ ഫോർമുല ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടോ മീൻ ഇത് വെച്ച് എറിയുന്നിട്ടൊന്നുമല്ല, ഇത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂസിലേക്ക് ഒന്ന് പോയി നോക്കാം. Although the classic Poisson distribution, discrete Poisson distribution is defined only for non-negative integers, many applications of Poisson process involve measuring time continuously. അതായത് ടൈം ഇന്റർവെൽ വളരെ ഇൻഫിനിറ്റെസിമലി സ്മോൾ ആവും. ഇപ്പൊ കണ്ടിന്യൂസ് ഇപ്പൊ കാൽക്കുലസ് ഒക്കെ ഉപയോഗിക്കാം. വി സ്റ്റഡി ദ വെയിറ്റിംഗ് ടൈംസ് അണ്ടിൽ ഇവന്റ്സ് occur. Two important continuous distribution arise naturally. Exponential distribution. This models the waiting time until the first event of a Poisson process. This model models the waiting time until the kth event of the k1 ആകുമ്പോൾ എർലാങ് ഡിസ്ട്രിബ്യൂഷൻ എന്താ പറയാ ഈ ഇപ്പൊ എർലാങ് എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഇതും കേട്ടിട്ടില്ലേ? അപ്പൊ ടെലികോം സ്വിച്ചിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കണം. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നായിരിക്കും അതിന്റെ പേര് വന്നിട്ടുണ്ടാവുക. ഇവിടെ കിട്ടിയ എർലാങ് എന്ന് പറഞ്ഞൊരു സ്ഥലം വൈശാഖ ഉണ്ടോ? വൈശാഖിന്റെ വീടുന്നതാണോ എർലാങ്ങൻ അങ്ങനെ ഒരു സ്ഥലങ്ങളില്ലേ? പോയ അപ്പൊ അവിടെ നിന്നാണെന്ന് തോന്നുന്നത് ഈ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എന്താ പറയാ രണ്ടുതരം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ നോക്കാം. എ പോയ്സൺ പ്രോസസ് ഈസ് യൂസ് ടു മോഡൽ റാൻഡം ഇവന്റ്സ് occurring over time or space at a constant average rate. നേരത്തെ പറഞ്ഞു തന്നെ the number of events in a fixed interval of length t is governed by. അപ്പൊ t ചെറുതാവും തോറും, അപ്പൊ ഇവിടെ നേരത്തെ ഫോർമുല എന്നുള്ള ഒരു വ്യത്യാസം എന്താണ്? നേരത്തെ ലാംഡ ടു ദ പവർ ഓഫ് k ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ k ഫാക്ടോറിയൽ ആയിരുന്നു. ഇവിടെ ഒരു ടിയും കൂടി ഇപ്പൊ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഗ്രാനുലാരിറ്റി കൂടിയുണ്ട്. പിന്നെ ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അത് പുതിയ ഫോർമുലയാണ്, ലാംഡ ഇ ടു ദ പവർ ഓഫ് മൈനസ് ലാംഡ. കണ്ടോ മീൻ ഈ 1 ലാംഡയാണ്. എക്സ്പെക്ടേഷൻ അല്ല, മറ്റേ ഇത് വേരിയൻസ് -1 ലാംഡ സ്ക്വയർ കണ്ടോ? ഓക്കെ, ഇതാണ് കണ്ടിന്യൂസ് വെർഷൻ. നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഇപ്പൊ ഈ ഫോർമുല കണ്ടോ, ഇതായിരുന്നു നമ്മുടെ ഈ എന്താ പറയാ ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല ഉണ്ടെങ്കിൽ അതിന്റെ കുറച്ചും കൂടി ഒരു ജനറലൈസ്ഡ് ഫോർമുലയാണ്. കണക്ക് നേരത്തെ 1 ലാംഡ സ്ക്വയർ എന്ന് ഞാൻ ഇവിടെ എഴുതിയില്ലേ, അതിന് വരെ ഇവിടെ k ഉണ്ടാവും മുകളില്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ഉള്ളില് k1 വന്നു കഴിഞ്ഞാല് ഈ ഫോർമുല മറ്റേതായിട്ട് റെഡ്യൂസ് ചെയ്യും. ഏത് ലാംഡ കെ ടി ഇ റേസ് ടു മൈനസ് ലാംഡ ടി ബൈ k ഫാക്ടോറിയൽ ഈ ഫോർമുലയായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഒരു എന്താ പറയാ എർലാങ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ലിമിറ്റിംഗ് കേസ് ആണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ മാതിരി ക്യുമുലേറ്റീവ് ഞാൻ പറഞ്ഞില്ലേ കുറെ ഇപ്പൊ നമുക്ക് ഈ ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമുക്ക് കുറെ പ്രോബബിലിറ്റി ആഡ് ചെയ്തെടുക്കണം. ഇവിടെ ആകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിമാനിയൻ ഇന്റഗ്രൽ വഴിയാണ്, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യണം. കുറെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന സംഭവമാണല്ലോ CDF ക്രിയേറ്റ്. അപ്പൊ CDF-നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF കിട്ടും. അപ്പോ എന്താ പറയാ ഇവിടെ CDF രണ്ടിന്റെയും എന്താ പറയാ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF ഇതാണ് CDF. നമുക്ക് അതിന്റെ ഇതൊന്ന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. എ കോൾ സെന്റർ റിസീവ്സ് കോൾസ് അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് 10 calls per hour. Lambda is equal to 10 per hour. What is the probability that the waiting time until the first call is less than 3 minutes? Okay, അപ്പോ ഫസ്റ്റ് എന്താണ് റേഷ്യോ ഈസ് 10 per hour. പിന്നെ
ഈ എന്താ പറയാ 3 മിനിറ്റാണ് എന്താ പറയാ ഈ 3 മിനിറ്റിൽ താഴെ അതായത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു ഇവന്റ് വരാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് കാൽക്കുലേറ്റ്. അപ്പൊ 3 മിനിറ്റിനെ നമ്മൾ 3/60 അവേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്താ പറയാ ഈ നമ്മൾ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ. അതിപ്പോ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താന്നുള്ളത് മറ്റേ ഇത് ഇവിടെ നിന്ന് എടുക്കാം. CDF in Wikipedia. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഇത് കണ്ടില്ലേ, അവരെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ. അപ്പൊ ഇത് ഫുള്ള് നോക്കാൻ നോക്കി കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോ എന്താ പറയാ അവിടെ 1 - (-λ t) നമ്മൾ എന്താ പറയാ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോ എന്താ പറയാ നമ്മൾ എഫക്റ്റീവ്ലി നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റി 0.3935 ആണ്. അപ്പൊ 39.35 ആണ് നമ്മുടെ പ്രോബിലിറ്റി ദാറ്റ് ദ വെയിറ്റിംഗ് ടൈം അൺടിൽ ദ ഫസ്റ്റ് കോൾ ഈസ് ലെസ് ദാൻ 3 minutes. 3 മിനിറ്റിനുള്ളിൽ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് 39. അപ്പൊ 1 മിനിറ്റ് ആണെങ്കിൽ നമുക്ക് അതേമാതിരി തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മളിവിടെ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയാ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യണേ. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ഒരു 1 മിനിറ്റ് താഴെ, 2 മിനിറ്റ് താഴെ, 3 മിനിറ്റ് താഴെ, ഇത് മൂന്നും കൂടി ആഡ് ചെയ്തെടുക്കണമല്ലോ. ആ പ്രോബിലിറ്റിയാണ് ഇവിടെ 39 പോയിന്റ്. അതുകൊണ്ടാണ് ഇത് തന്നെ. ഇപ്പൊ അടുത്ത പ്രോബ്ലത്തിൽ ചിലപ്പോ മറ്റേ എന്താ പറയാ in the same call lambda is given to power. What is the probability that the waiting time until the third call is more than k ആണല്ലോ നമ്മള് എർലാങ് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് k ആണ്. ഇത് k പ്രോബ്ലം ആണ്. അപ്പോ എന്താ പറയാ നമ്മള് ഇതിന്റെ ഇതാണ് ഇതിന്റെ PDF ഒരു മിനിറ്റ്. അല്ല, എക്സ്പെൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കണേ. അപ്പോ (e⁻−λ t) ഉപയോഗിക്കുന്നു. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെയിറ്റിംഗ് ടൈം ഇതിപ്പോ നമ്മൾ രണ്ടാമത്തെ ഇവിടെ k ആണ് ഇവിടെ. ഇപ്പോ ഫസ്റ്റ് 12 മിനിറ്റ്സിനെ അവേഴ്സ് ആക്കുന്നു. പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചത് എക്സ്പൊണൻഷ്യൽ ആണ്. ഇവിടെ അവർ എർലാങ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ഇതിപ്പോ പേന പെൻസിലായിട്ട് എനിക്ക് ഇരിക്കേണ്ടി വരും. അതായത് ഇപ്പൊ എന്താ പറയാ പ്രോബിലിറ്റി ദാറ്റ് ദ വെയിറ്റിംഗ് ടൈം അൺടിൽ ദ തേർഡ് കോൾ ഈസ് മോർ ദാൻ 12 മിനിറ്റ്സ് വരുന്നത് 67. The probability that the waiting time for the third call is more than 12 minutes is approximately highly likely ആണെന്നാണ് കാണിക്കുന്നത്. അതായത് രണ്ട് സ്ഥലത്തും നമ്മൾ മറ്റേ എന്താ പറയാ ഈ CDF അതായത് മറ്റേ എന്താ പറയാ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 12 മിനിറ്റ് വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്തെടുക്കണം. അപ്പൊ അതിപ്പോ ഇംപ്ലിസിറ്റ്ലി ഇവിടെ ആഡഡ് ആണ്. അത് ഈ ഫോർമുലയാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ CDF ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല എന്നാണ്. CDF ഓഫ് ഒരു മിനിറ്റ് കേട്ടോ.
ഇതാണ് അവര് ഉപയോഗിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രോബ്ലത്തിന്. ഈ കാണുന്ന അത്രയും ഡിഫിക്കൽട്ടി ഇല്ല, ഒരു പേനയും പെൻസിലും വെച്ചിരുന്നാൽ മതി. കണ്ടില്ലേ, ഇപ്പൊ ഈ ഫോർമുല നമ്മളിപ്പോ ഇവിടെ ഡിറൈവ് ചെയ്ത ഫോർമുല ഇത് തന്നെയാണ്. അപ്റ്റിൽ എന്ന് പറഞ്ഞു വരുമ്പോ ക്യുമുലേറ്റീവ് ആയിട്ട് വരും. അതിപ്പോ ഫസ്റ്റ് വേണോ കേത്ത് വേണോ എന്നുള്ളത്. കേത്ത് ആണെങ്കിൽ നിങ്ങൾ എർലാങ് ഉപയോഗിക്കണം, ഫസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എക്സ്പോണൻഷ്യൽ ഉപയോഗിച്ചത്. ഇപ്പൊ ഈ ഫസ്റ്റിനും എർലാങ് ഉപയോഗിക്കാം കേട്ടോ, പക്ഷെ മാത്തമാറ്റിക്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നുള്ളൂ. ആരും വിടുന്നില്ല. ഹലോ, എർലാങ് ലൈക്ക് പിന്നെ കേത്ത് ഇവന്റിന് വേണ്ടി ജനറലൈസ് ചെയ്തേക്കാണ്. അതെ അതെ അതെ. ഞാൻ ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയാൽ ഇവിടെ ഞാൻ CDF ഇട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കിയാ അറിയാം കണ്ടോ, ഇപ്പൊ ഇതിന്റെ 1/λയും 1/λ² ആണ് മറ്റേ ഈ എന്താ പറയാ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് കണ്ടിന്യൂസ് വേരിയബിളിന്റെ. മനസ്സിലായില്ലേ? അതില് എർലാങ്ങിന്റെ കേസിൽ k=1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അത് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഡീജനറേറ്റ് ചെയ്യും. And the time between traffic accidents in a time between traffic accidents in a small town is exponentially distributed with a mean of 30 minutes. What is the probability that the waiting time for the next accident exceeds 45 minutes? Mean waiting time 30 minutes ആണ്. Rate reciprocal of the mean ആണല്ലോ, അപ്പോൾ 1/30 വരും. അത് കഴിഞ്ഞിട്ട് അവര് എക്സ്പോണൻഷ്യൽ CDFന്റെ, കാരണം ഇവിടെ കണ്ടില്ലേ നെക്സ്റ്റ് ആക്സിഡന്റ് ആണ്. കേത്ത ആക്സിഡന്റ് ആണെങ്കിൽ നമ്മൾ മറ്റേ ഫോർമാറ്റ് ഉപയോഗിക്കും. ഇവിടെ കിട്ടിയ രണ്ടിലും ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ഉപയോഗിക്കണേ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ the probability that the waiting time between the accident and exit 45 minutes is about 22%. Buses arrive at a bus stop following a Poisson process. ഈ Poisson process എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് റാൻഡം വേരിയബിളിൽ നിന്നാണ് ഈ വാല്യൂ ജനറേറ്റ് ചെയ്യണേ. അതിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ Poisson ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയണേ. ഒരു സീരീസ് ഓഫ് Poisson ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുള്ള വാല്യൂവിനെയാണ് Poisson പ്രോസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. Poisson stochastic process എന്ന് പറയുന്നത്. At an average rate of 6 buses per hour, what is the probability that you have to wait more than 15 minutes for next bus? 15 മിനിറ്റ് എന്നുള്ളത് അവേഴ്സ് ആക്കും, 6 ആണ്. പിന്നെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യും. പിന്നെ അതിന്റെ CDFന്റെ വാല്യൂയിലേക്ക് അത് ഇടുമ്പോൾ 22.31 ആണ്. The lifetime time until failure of a certain machine is exponentially distributed with mean of 100 hours. What is the probability that a machine lasts at least 150 hours? Mean lifetime 100 ആണ്. അപ്പോൾ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് T hours മറ്റേ CDF ആണ്. അതിവിടെ ഇതാണ് CDF, എക്സ്പോണൻഷ്യൽ അല്ല PDF, സോറി. അപ്പോ എനിക്ക് വേണമെങ്കിൽ ഇവിടെ CDF ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇവര് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാമ്പിളിൽ നിന്ന് തന്നെ എടുക്കുക. ഇതിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T ആണ് കൊടുത്തേക്കുന്നത്. കണ്ടിന്യൂസ് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. Poisson process with rate lambda greater than 0 is characterized by number of events in a time interval T follows a Poisson distribution. നേരത്തെ മറ്റേ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ -λ to the power of k by k factorial ആയിരുന്നു. ഇവിടെ ഒരു മൾട്ടിപ്ലൈഡ് വിത്ത് ടൈം ഇന്റർവെൽ, ആ ടൈം എന്തോരം ടൈം വന്നു എന്നുള്ളത്. The waiting times between consecutive events follows an exponential distribution with parameter. Consecutive
ഇവന്റ്സ് ആണ്, അതിന്റെ PDF ആണ്. ഇതിന്റെ എക്സ്പെക്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ സമ്മേഷൻ വരുന്ന സ്ഥലത്ത് ഇന്റഗ്രൽ വന്നേ ഉള്ളൂ. അപ്പൊ ഇത് PDF, ഇത് വാല്യൂ PDF, PMF. ഇവിടെ PDF ആണ്, കാരണം ഈ കണ്ടിന്യൂസ് ആയതുകൊണ്ട്. പിന്നെ അത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഇത് കിട്ടും. വേരിയൻസ് 1/λ² ആണ്. അത് ഇത്തിരി കാൽക്കുലേഷൻ ഇത്തിരി, ഇപ്പോൾ ഇവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇത് ട്വൈസ് ചെയ്യേണ്ടി വരുന്നു. അതൊരു സ്ക്രീനിൽ ഒതുങ്ങൂല, അതുകൊണ്ട് ഞാൻ ഇടാഞ്ഞതാ. പക്ഷെ ഇവിടെ 1/λ² ആണ് ഇത് മറ്റേ വേരിയൻസ്. അപ്പൊ ബേസിക് ഐഡിയ ഇത്രേ ഉള്ളൂ. ഈ എന്താ പറയാ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഒരു ഡിസ്ക്രീറ്റ് പ്രോബ്ലത്തിൽ തന്നെ കുറെ യൂസ് ഉണ്ട്. അവിടെ നമുക്കൊരു ഫോർമുല ഉണ്ട്, എന്താ പറയാ, മറ്റേ ഈ ഓർക്കുന്നില്ല, ഓക്കെ, ഇത് λ to the power of k e⁻⁻k⁴. അപ്പോ പിന്നെ അതിന്റെ മീനും വേരിയൻസും കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്താ പറയാ, നമ്മൾ λ അറിയുന്നു, എക്സ്പെക്റ്റഡ് ഇപ്പൊ k എന്താന്ന് അറിയുന്നു, നമ്മൾ സോൾവ് ചെയ്യുന്നു. പക്ഷേ കണ്ടിന്യൂസ് വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോഷൻ ഓഫ് PDF എന്താണ്, CDF എന്താന്നൊക്കെ അറിയണം. പിന്നെ ഈ എന്താ പറയാ, kth ഇവന്റും ഫസ്റ്റ് നെക്സ്റ്റ് ഇവന്റും ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇവന്റ് ആണെങ്കിൽ നിങ്ങൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യുന്നു. kth ഇവന്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ അസ്യൂം ചെയ്യുന്നത് മറ്റേ എർലാങ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നാണ്. അപ്പൊ എർലാങ് ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റിംഗ് കേസാണ് മറ്റേ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോ പിന്നെ ഇതിലെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഇതാണ് ഇപ്പൊ എന്താ പറയാ, ഒരു ബേസിക് ഐഡിയ ഓഫ് എന്താ പറയാ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ 1-2 വീഡിയോസ് കണ്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇതിനെ ചുറ്റിപ്പറ്റി ഇരുന്ന് കഴിഞ്ഞാൽ എവരിബഡി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പൊ ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ കുറെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ, നോർമൽ ഡിസ്ട്രിബ്യൂഷനും കുറച്ച് ലോ ഓഫ് ലാർജ് നമ്പേഴ്സും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ടെക്സ്റ്റ് ഇപ്പൊ മെഷീൻ ലേണിംഗിൽ ഞാൻ അങ്ങനെ അധികം മറ്റേ എന്താ പറയാ, ഈ പോയ്സൺ പ്രോസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗിൽ ഉപയോഗിക്കാൻ കണ്ടിട്ടുണ്ട് ഓപ്പറേറ്റർ റിസർച്ചിന്റെ ബുക്കിലൊക്കെ. മെഷീൻ ലേണിംഗിൽ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പക്ഷേ എന്താ പറയാ, ദിസ് വിൽ ഗിവ് യു ഗുഡ് ഐഡിയ അബൌട്ട് ഓക്കെ വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, എങ്ങനെയാണ് ഈ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ നമ്മൾ പഠിച്ചേക്കണേ. പിന്നെ എന്തുകൊണ്ട് മറ്റേ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷന്റെ ടേംസിൽ വേരിയൻസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഈവൻ ബേസിക് ആൾജിബ്രായിക് റിഡക്ഷൻ, ഈ ലീനിയർ മറ്റേ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിൾ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് പല ഫോർമുലാസും നമുക്ക് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും, വെദർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓർ എന്താ പറയാ ഡിസ്ക്രീറ്റ്. അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ഐഡിയ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. ഇതൊന്നുകൂടി തന്നെ എനിക്ക് കാണണം, കാരണം പാതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റായി വന്നു. അതല്ല, ഇതൊന്നുകൂടി ഒന്ന് കണ്ടിട്ടേ എനിക്കൊന്ന്. അല്ല ഷുവറായിട്ട് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ഒരു ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബിലിറ്റി ഞാൻ പറഞ്ഞില്ലേ, കുറേ ഇപ്പൊ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ തുടങ്ങുമ്പോ നമ്മൾ കുറച്ച് സിമ്പിൾ പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങും. എവിടെയാ വന്നേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോബബിലിറ്റി മറ്റ് സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് വരുമ്പോ അത് ഫൈനൈറ്റ് സെറ്റിലുള്ള പ്രോബിലിറ്റി ആയിരിക്കില്ല. അപ്പൊ ഇപ്പൊ സിഗ്മ ആൾജിബ്ര, പിന്നെ ഫിൽട്രേഷൻ, മറ്റേ എന്താ പറയാ മാത്തമാറ്റിക്കൽ അനാലിസിസിന് നല്ല നോളജ് ഒക്കെ വേണം. ലെബ്സൊക്കെ അല്ലെങ്കിൽ ലെബക് ഇന്റഗ്രലൊക്കെ അറിയണം. അവിടെ വരുമ്പോ എന്താ പറയാ, നമ്മുടെ ഫൈനൈറ്റ് പ്രോബിലിറ്റി പഠിക്കാൻ വലിയ ഡിസ്ക്രീറ്റും പ്രോബിലിറ്റി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഇല്ല. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്താൽ മതി. പക്ഷെ ഈ പ്രോബിലിറ്റി ആസ് അപ്ലൈഡ് ടു
കണ്ടിന്യൂസ് സ്പേസ് വരുമ്പോൾ then it is a different game. അപ്പൊ അത് എന്താ പറയാ അധികം പേർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കുറെ ഫാക്ട്സ് ഒക്കെ പഠിക്കുക. ഇപ്പൊ PMF, PDF, CDF. ശരിക്കും ഒരു ഒരാളൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, മെഷീൻ ബേസിയൻ എന്താ പറയാ പ്രോബബിലിറ്റി ഫോർ ഹാക്കേഴ്സോ അയാളുടെ പേര് മറന്നുപോയി. അതിലൊക്കെ നോക്കി കഴിഞ്ഞാല് statistics and probability using Python for hackers. O'Reilly. തിങ്ക് ബേസ്. ഓക്കെ, തിങ്ക് സ്റ്റാറ്റ് ആണെന്ന്. ഈ ബുക്ക് ഇതില് കുറച്ച് കാര്യങ്ങളുണ്ട്. തിങ്ക് സ്റ്റാറ്റ് ഇപ്പൊ അലൻ പുള്ളി കുറെ പൈത്തൺ വെച്ചിട്ടൊക്കെ തേർഡ് എഡിഷൻ വരെ ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ പുള്ളി. നമുക്ക് സമപ്പ് ചെയ്യാം ചെറുതെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ചർച്ച പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്യൂസ് ആയിരുന്നു. സോ ഇപ്പൊ എത്രത്തോളം ഇറ്റ് മേഡ് സെൻസ് എന്നുള്ളത്. ഓക്കെ, സിൻസ് മോസ്റ്റ് ഓഫ് us ആർ ആക്ച്വലി ന്യൂ ടു ദിസ്, ഇറ്റ് മൈ ടേക്ക് സം ടൈം. നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, ഡിസ്ക്രീറ്റ് കേസിൽ, പിന്നെ ഇതിൽ 2 അസംഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 2 അപ്പോൾ മാത്തമാറ്റിക്കൽ മോഡലിംഗിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഇൻ ഓർഡർ ടു ഡു മാത്തമാറ്റിക്സ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ കുറച്ച് മോഡലിംഗ് അസംഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ വേണ്ട ഇപ്പൊ കോൺസ്റ്റന്റ് ആവറേജ് റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ള ഇതുണ്ട്. പിന്നെ എന്താ പറയാ കോഷ്യൽ ഇൻഡിപെൻഡൻസ് ഡസ് അസ്യൂം ദാറ്റ് ഓക്കെ ഒരു ഇവന്റ് അടുത്ത ഇവന്റിനെ ബാധിക്കുന്നില്ല. ഇപ്പൊ കോയിൻ ടോസ് മാതിരിയുള്ളൊരു സാധനമാണെന്നാണ്. പിന്നെ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പഠിച്ചു. കണ്ടിന്യൂസിന്റെ കേസിലാണെങ്കിൽ PDF-ഉം CDF-ഉം പഠിക്കും. CDF എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഇന്റർവെല്ലല്ല, നമ്മൾ ഒരു ബിറ്റ്വീൻ എ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി റിക്വയർ, അതായത് PDF ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ആഡ് ചെയ്തെടുക്കണം സമ്മേഷന് വരെ. അപ്പൊ അതാണ് PDF. പിന്നെ ഈ CDF എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ PDF-ന്റെ ഇന്റഗ്രൽ ആണ്, CDF-ന്റെ ഡെറിവേറ്റീവ് ആണ് PDF. പിന്നെ നമ്മൾ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ചെയ്തു. ഡിസ്ക്രീറ്റ് കേസ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് കേസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഇതിനിടയ്ക്ക് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷനും വേരിയൻസും എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. മറ്റേ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും വെർലാൻ ഡിസ്ട്രിബ്യൂഷനും എന്ന് കണ്ടുപിടിച്ചു. വെർലാൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഡിജനറേറ്റ് കേസാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഈ അപ് ടു ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് CDF ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഒരു പീരീഡ് ആണെങ്കിൽ നമുക്ക് ഇത് മതി, എന്താ പറയാ ഈ PDF വെച്ചിട്ട് ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അതാണ് എന്താ പറയാ ഈ കണ്ടിന്യൂസ് ഇതിന്റെ വേർഡ് പ്രോബ്ലത്തിൽ പഠിച്ചത്. പിന്നെ നമ്മൾ എക്സ്പെക്ടേഷൻ കണ്ടിന്യൂസ് ഫോമിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തില്ല. കാരണം ഇന്റഗ്രേഷൻ അങ്ങനത്തെ ടോപ്പിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. എന്ന സ്ഥാനത്ത് നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയാ
ഡിഫിക്കൽട്ടി പ്രോബ്ലം അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങില്ല. പിന്നെ എന്താ പറയണേ, ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.